നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ബാഗിൻ്റെ ഹോൾ വീഡിയോ ആണ്. അപ്പം ഇത് അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാനിതൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബാഗ്, ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്കത് തുറന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് കാണാണ്ടൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വെച്ചതായാലും ഞാൻ അതിനു മുന്നേ ഒന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പിന്നെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുറന്നൊക്കെ പരിശോധിച്ചു ഒക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് ആമസോൺ വഴി വാങ്ങിയതാണ്. ആമസോണിൽ ഇപ്പം ജനുവരി 17 മുതൽ 22 വരെ ആമസോൺ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു നല്ല ലീഡിങ് ബ്രാൻഡ്സിനൊക്കെ 4 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റൈൽസും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളും അല്ലാണ്ട് ഏകദേശം ഒരു 50 to 80% വരെ 80% വരെ ഓഫിലാണ് സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ ഈ സെയിൽ തീരണേറ്റ് മുന്നേ വാങ്ങിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ബാഗ് കാണാം. സൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ്. എത്രത്തോളം എനിക്ക് ആ ബ്രാൻഡിനോട് ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് സൂക്കിൻ്റെ ഒരു ബാഗ് വളരെ മോഹിച്ച് വാങ്ങിയതിന് ശേഷം പിന്നെ അവരെനിക്ക് കുറേ അയച്ചു തന്നിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന സാധനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ആ ബ്രാൻഡിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാഗായിരുന്നു സൂക്കിൻ്റെ ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന ബാഗ്. ചിലപ്പം അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ബ്രാൻഡിനോട് എന്താ അറിയില്ല, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബാഗ് കേട്ടോ. ഇതൊരു സ്ലിംഗ് ബാഗാണ്. ഇത് ഏകദേശം കുറച്ച് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ, ഈ ബാഗ് എനിക്ക് വേണം എന്നുള്ളത്. അങ്ങനെ അവസാനം സ്വപ്നം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2026 ജനുവരിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് മേടിക്കണം, കയ്യിൽ നമ്മളെ കൊക്കിലൊതുങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ബാഗാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ കുഞ്ഞു ബാഗുകൾ, സ്ലിംഗ് ബാഗുകൾ വല്ലാണ്ട് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും കുറച്ച് പോത്തൻ ബാഗുകൾ വേണം. പക്ഷെ എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമ്മളിങ്ങനെ ഇതിൻ്റെ പരസ്യം ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നി കേട്ടോ. എന്താ അറിയില്ല, എനിക്കിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഇതൊക്കെ കാണും ഭയങ്കര ക്ലാസി ലുക്കാണ്. എന്താ പറയുക, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഈ ബാഗ് ഇത് നമുക്കിങ്ങനെ ഇതിൻ്റെ സ്ലിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നതല്ല, നമുക്കിതിങ്ങനെ ഊരി മാറ്റാൻ പറ്റുന്ന സ്ലിങ് ആണ് കേട്ടോ. അതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റണവും. അപ്പം ഇത് വേണമെങ്കിൽ ഈ സ്ലിങ് ഊരി വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. അല്ലെങ്കിൽ സ്ലിങ് ബാഗായിട്ട് നമുക്ക് ഇങ്ങനെയോ ഒക്കെ ഇട്ടിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. സൂക്ക് എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിൻ്റെ പ്രത്യേകത പറയണ്ടല്ലോ, ഇന്ത്യൻ ബ്രാൻഡാണ്, പിന്നെ വീഗൺ ലെതറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. പിന്നെ ഈ ഡിസൈൻ എനിക്ക് മുന്നേ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഈ ഡിസൈൻ തന്നെ ഒരു ബാഗുണ്ട്, ഒരു വയലറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തോ എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്കും ബ്രൗണും കൂടിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് സ്ഥലമുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. സിബ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സിബ് ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കണം. ഇവിടെ ഒരു സിബ് ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയും ഒരു പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് നമ്മുടെ മൊബൈല്, വാലറ്റ്, അങ്ങനെ കുറച്ചധികം ബുക്സ്, എന്തെങ്കിലും കുട്ടി ബുക്കുകളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റും വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പൈസ അല്ലെങ്കിൽ ഫോണ് ഒക്കെ നമുക്ക് ഇതിനകത്തും വയ്ക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. സംഭവം അത്രയേ ഉള്ളൂ. ഇങ്ങനെ സൈഡൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയുണ്ട്. അത്യാവശ്യം നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലിങ് ഭയങ്കര എന്താ പറയുക, അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് സ്ലിങ് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ അല്ലാണ്ട് യൂസ് ചെയ്യാം. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ സൂക്ക് ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1500 ഉള്ളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ബാഗുകൾ കിട്ടും. ഈ ബാഗിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഞാൻ ഈ ഒരു മോഡലിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് നിൽക്കുന്നത് 1500 ചുവടെയാണ് സെയിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഞാൻ വാങ്ങിയത്.
ഇനി എൻ്റെ കയ്യിലുള്ള സൂക്ക് ബ്രാൻഡിൻ്റെ ബാഗുകൾ ഞാൻ കാണിച്ചു തരാം. പലതരത്തിലുള്ള ബാഗുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വലിയ ബാഗുകളാണ്. ഇതിന് മുന്നേ ഞാൻ സൂക്കിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള സ്ലിംഗ് ബാഗ് ഇതാണ്. ഇതിന് ഒരു കേടും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് ഞാനത് ഇവിടെ താമസാക്കിയ സമയത്താണ് ഈ ബാഗ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ഉണ്ണിയുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ, അച്ഛൻ്റെ സ്കൂളിൽ പോകുമ്പോൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ ഞാൻ ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പ്രിൻറ്റും ഇതിൻ്റെ പേരും നാളൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ ബാഗ് മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രിൻ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ബാഗ് ഇത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു സിബ് ഓപ്പണിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു സിബാണ് അയ്യോ ഉള്ളിലേക്ക് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ച ആ ബാഗിൻ്റെ അത്ര ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക സൗകര്യമില്ല. ഇത് കുറച്ചുകൂടി ഇടുങ്ങിയ ടൈപ്പാണ്. പിന്നെ ഇതിനകത്ത് ഒരു സിബ് പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കേട്ടോ. അത്രയേ ഉള്ളൂ ഈ ഒരു ബാഗിൻ്റെ. പക്ഷെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറും. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. യു ഷേപ്പ് സ്ലിംഗ് ബാഗ് കേട്ടോ. ഇതാണ് ഞാൻ സൂക്കിൻ്റെ ഈ 2 സ്ലിംഗ് ബാഗുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ സൂക്കിൻ്റെ വാലറ്റ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഈ ഒരു ബാഗിൻ്റെ സെയിം പ്രിൻ്റ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഈ വാലറ്റ് നമുക്ക് അത്യാവശ്യം ഒരു കുട്ടി സ്ലിംഗ് ബാഗൊക്കെ നമ്മൾ സ്ലിംഗ് ബാഗിനകത്ത് വെക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ വാലറ്റിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ തന്നെ ഫ്രണ്ടിൽ ഒരു സിബ് ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണുണ്ട്. പിന്നെ തുറന്നു കഴിഞ്ഞാൽ വിശാലമായ ഷോറൂം എന്ന് പറയണ ഇതിനകത്ത് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ട് വാങ്ങിയ പ്രസാദമൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പേഴ്സ് കൊണ്ടിട്ട് വാലറ്റ് കൊണ്ടിട്ട് പോവുക സാധാരണ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെയാണ്. പിന്നെ അതേ ഒരു പൊട്ടൊക്കെ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ എന്താ പറയുക ഒരു കുഞ്ഞി പോക്കറ്റ് ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നടുവിലൊരു സിബ് ഓപ്പണിംഗ് ഉണ്ട്. 2 സൈഡിലും നമുക്ക് കാർഡ്സൊക്കെ വെക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഇതേ 2 സൈഡിലും കാർഡ്സൊക്കെ വെക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് നല്ല പറഞ്ഞ പോലെ നമുക്ക് ഒരു വലിയ സ്ലിംഗ് ബാഗ് കൊണ്ടുപോകാൻ അതിൻ്റെ ഉള്ളിൽ കുത്തി നിറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തും വെക്കാം കേട്ടോ. നല്ല ഒരു സൗകര്യമുള്ള ഒരു പേഴ്സാണ്. പിന്നെ എൻ്റെ വലിയ ബാഗുകൾ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം സൂക്കിൻ്റെ ഇതല്ല, പക്ഷെ ഇതിൻ്റെ വേറൊരു മോഡലാണ് ഞാൻ ആദ്യം വാങ്ങിയത്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സൂക്കിൻ്റെ ആദ്യത്തെ ഓഫീസ് ബാഗായിരിക്കും. ഏറ്റവും ആദ്യം ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു മോഡൽ ബാഗുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനും ഇതേപോലെ ഉണ്ടായിരുന്ന വേറൊരു ബാഗ് ഞാൻ അത്യാവശ്യം 2-2.5 കൊല്ലത്തിനടുത്ത് 3 കൊല്ലത്തിനടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും കുറേ കഴിഞ്ഞപ്പോൾ ഈ ഒരു വള്ളിയുടെ ഭാഗത്തൊക്കെ അതിങ്ങനെ പൊട്ടി പോകാൻ തുടങ്ങിയപ്പോൾ നിർത്തിയതാണ്. 3 കൊല്ലമൊക്കെ അത്യാവശ്യം ഡെയിലി യൂസൊക്കെ പറയുമ്പം നല്ല ഓടിയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. വലിയൊരു സിബ് ആണ്. അതിനകത്ത് നമുക്ക് ലാപ്ടോപ്പൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഫോണ് സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നമുക്കൊരു ഓഫീസ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. കുഞ്ഞൊരു ലാപ്ടോപ്പ്, അതിൻ്റെ ചാർജർ, നമ്മുടെ ലഞ്ച് ബോക്സ്, ബാക്കി എല്ലാ സർവത്ര സാധനങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇനി എനിക്ക് എൻ്റെ സെക്കൻഡ് സൂക്ക് ബാഗാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. യാത്രകളൊക്കെ ചെയ്യുമ്പം ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. വള്ളി കുറച്ച് നീളുള്ളത് വേണം എനിക്ക് കേട്ടോ. എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് ഇറക്കം വേണം ബാഗിന്. നമ്മളിങ്ങനെ സൗകര്യമായിട്ട് നമുക്കിങ്ങനെ സിബൊക്കെ തുറക്കാൻ പറ്റണം. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക 5-6 മാസമൊക്കെ ഉപയോഗിച്ചപ്പോൾ ഞാൻ പെട്ടിപ്പുറത്ത് കയറ്റി ബാഗ് കേട്ടോ. ഇങ്ങനത്തെ ബാഗ് ഇത്ര വലിപ്പമുള്ള ഹാൻഡ് ബാഗൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റുമായിരിക്കും. അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കിത് ഓഫീസ് ബാഗായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാട്ടോ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിലും ഇതൊരു ഒറ്റ സിബാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒറ്റ സിബാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സിബ് പോക്കറ്റ് ഉണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല കേട്ടോ. ഒറ്റ സിബ് പോക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഒരു നോർമൽ ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ബാഗാണ് അത് കേട്ടോ. ഞാൻ എറണാകുളത്തേക്ക് നമ്മൾ യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പിനൊക്കെ ബാഗ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അന്നത്തെ ഫോട്ടോ ഇൻസ്റ്റയിൽ കിടക്കുന്നതിനൊക്കെ ഈ ബാഗ് ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് സൂക്കിൻ്റെ ഒരു ബാഗ് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ബാഗാണ് കേട്ടോ. ഈ ബാഗ് ഇതിൻ്റെ
ഇത് കാണാൻ എനിക്ക് ഈ പ്രിൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഇടാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് വലിപ്പം ഇറക്കം വേണം, അതുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് സിബില്ല കേട്ടോ. ഇത് സിബില്ലാത്ത മോഡലാണ്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ പോയി വരാനൊക്കെ പറ്റുന്ന അങ്ങനെ ഉപയോഗിക്കുന്ന ബാഗാണ്. സിബും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തീരെ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും കുറച്ച് എന്താ പറയുക, സേഫ്റ്റി വേണം. കാരണം ഞാൻ വെക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് എപ്പോഴെപ്പോഴും നോക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് വീണ് പോകുന്ന എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കാശ് ചിലവായതിന് അതിനുള്ള മുതലുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. ഈ ബാഗ് കേട്ടോ, ഇത് നമ്മുടെ ഇതിന് മുന്നത്തെ ലാസ്റ്റ് പർച്ചേസ് ആയിരുന്നു. ഈ ബാഗ് ഒരു ഓഫീസ് ബാഗാണ്. ലാപ്ടോപ്പ്, പിന്നെ അത്യാവശ്യത്തിന് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളൂ കേട്ടോ. കേട്ടോ നമുക്ക് ഇതിനകത്ത് നമുക്ക് ലഞ്ച് ബോക്സ്, പിന്നെ വെള്ളം കുപ്പി, കൊട, ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഫോണ്, അങ്ങനെ എന്തോ വേണമെങ്കിലും ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇനി നമ്മളിപ്പം ട്രാവൽ ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കുറേ സാമഗ്രികളൊക്കെ ഇതിനകത്ത് കയറും. ഡ്രസ്സും പിന്നെ മേക്കപ്പ് ബോക്സും അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനകത്ത് വെക്കാം കേട്ടോ. അത്രയും വലിപ്പമുണ്ട്, എന്തോ പറയാം, എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് വെക്കാനായിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ വലിയൊരു സിപ്പ് പോക്കറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങേ സൈഡിൽ ഈ സൈഡിൽ സിപ്പ് പോക്കറ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് ഈ ഫോണൊക്കെ വെക്കാനായിട്ട് വേറെ 2 പോക്കറ്റും കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിവിടെ ഒരു സിപ്പ് ഓപ്പണിങ്ങും വരുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് ഈ ബാഗിനകത്ത് വെക്കാം. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബാഗാണ് കേട്ടോ. അത്രയും ഭയങ്കര എന്താ പറയുക, എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ബാഗ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിക്കൊക്കെ പോണവർക്ക്, കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണവർക്ക് പറ്റിയൊരു ബാഗാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇതിൻ്റെയും കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പുതിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാശമായി പോകുമെന്നുള്ള പേടി. പക്ഷേ ഞാൻ അത് ഉപയോഗിക്കും കേട്ടോ. കാരണം അത് ഞാൻ കുറേ കൊതിച്ച് വാങ്ങിയതാണ്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.